ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വിന്റർ ഫെസ്റ്റ് വ്ളോഗ്. നമ്മുടെ ഈ ഒരു വിന്റർ ഫെസ്റ്റ് നടക്കുന്നത് മറ്റെവിടെയുമല്ല, സ്വന്തം ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. കാലം പോയൊരു പോക്കെ. പണ്ടൊക്കെ വർക്കല ക്ലിഫ്, അതുപോലെ ശംഖുമുഖം ബീച്ച് തുടങ്ങിയ സ്ഥലത്തൊക്കെയാണ് ഇങ്ങനെയുള്ള മേള അതുപോലെയുള്ള ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ വന്ന് നമ്മുടെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അകത്ത് വരെ ഉണ്ട് നമ്മുടെ ഫെസ്റ്റ്. അപ്പോൾ ഇത്തവണ 2025 നമ്മുടെ ഡിസംബർ ഫുൾ കളർഫുൾ ആണ് ട്രിവാൻഡ്രം മൊത്തം. അതുമാത്രമല്ല, ഇത്രയും മനോഹരമായ കാഴ്ചയ്ക്ക് ഇവിടെ ഫ്രീ എൻട്രി ആണ്, ടിക്കറ്റ് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ വിന്റർ ഫെസ്റ്റും ചുടുവിൽ എയർപോർട്ടിന്റെ അകമൊക്കെ ഫുൾ ഒന്ന് കറങ്ങി കാണാൻ പറ്റിയ ഒരു അവസരമാണ് ഇപ്പോൾ. നല്ല കളർഫുൾ ലൈറ്റിങ്ങും അതുപോലെ ക്രിസ്മസ്, ന്യൂ ഇയർ തുടങ്ങിയ തീമിലുള്ള എല്ലാവിധ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിന്റർ ഫെസ്റ്റ് എന്നൊക്കെ എഴുതിയേക്കുന്ന ആ ഒരു ഇതും അവിടെയൊക്കെ ഒരുപാട് പേര് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ നിൽക്കുന്നുണ്ട്. കുറച്ച് ഇരുട്ടായതുകൊണ്ട് നമ്മുടെ മുഖമൊന്നും വലിയ ക്ലിയർ ആയിട്ട് കാണില്ല, പക്ഷെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടൊരു കാര്യമാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ. അതിനകത്ത് വെക്കാത്ത സാധനങ്ങളില്ല, അത് ഫുൾ കവേർഡ് ആയിട്ട് ഒരുപാട് ഗിഫ്റ്റ് അതുപോലെ ക്രിസ്മസ് ട്രീയിൽ വെക്കുന്ന എല്ലാ സാധന സാമഗ്രികളെല്ലാം ഉണ്ട്. അതിന് തൊട്ട് സമീപത്തായിട്ട് ഒരാൾ ഇന്ന് പാടുന്നുമുണ്ട്. അപ്പോൾ നല്ലൊരു ഗാനമേള കൂടി ആസ്വദിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ കാണുന്ന കാഴ്ചകളെല്ലാം കണ്ടു തീർക്കാം. ശരിക്കും ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു. കാരണം നമ്മൾ നേരെ ശംഖുമുഖത്ത് വെച്ച് പിടിക്കാനാണ് പോയത്. അപ്പോൾ ഫുഡ് കോർട്ട് എവിടെ പോയാലും നമുക്ക് ഫുഡ് കോർട്ട് ഇല്ലാത്ത ഒരു മേളയും ഫെസ്റ്റും ഇല്ലല്ലോ. അപ്പോൾ ഫുഡ് കോർട്ട് ഉണ്ട്, അതുപോലെ ഇങ്ങനെ ഒരു സംഭവം കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. ഇത് എന്താണ് സാധാരണ നമ്മൾ പോകുന്ന ആ ഒരു മേള സംഭവം അതുപോലെ, എന്നാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സംഭവം കടകളൊക്കെയാണ്. അപ്പോൾ അതിങ്ങനെ നമുക്ക് റൗണ്ട് അടിച്ച് കാണാൻ പറ്റും. അവിടെ ഫുഡുണ്ട്, അതുപോലെ ആൻറ്റി കളക്ഷൻസ്, പിന്നെ പഴയകാല ഓരോ സംഭവങ്ങൾ, അങ്ങനെ മാല, കമ്മൽ തുടങ്ങിയിട്ടുള്ള എല്ലാം ഉണ്ട്. കുറച്ചുകൂടെ ഒരു സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. അപ്പോൾ എൻ്റെ കണ്ണ് എപ്പോഴത്തെയും പോലെ അവിടെ ഉടക്കിയത് ഈ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അങ്ങനെ നമ്മൾ മിനി പിസ്സ വാങ്ങിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഹോം മെയ്ഡ് തന്നെയാണ്. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെയാണ് കഴിച്ചു തീർത്തത്. ഇതൊക്കെയാണ് പിന്നെ എൻ്റെ മിനി പിസ്സ. അങ്ങനെ മിനി പിസ്സയുമായി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ കുറച്ച് ഗെയിംസിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മിനി പിസ്സ കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി എല്ലാ ഗെയിംസും ഒക്കെ കാണാൻ പറ്റും. നേരം കൂടുന്തോറും തന്നെ ആൾക്കാരുടെ എണ്ണവും കൂടുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഗെയിംസ് കളിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഗെയിംസിൻ്റെ സ്ഥലത്ത് പ്രത്യേകിച്ച് എന്താണ്, അവിടെ ടിക്കറ്റും കാര്യങ്ങളായിട്ടൊന്നും ഇല്ല, ആർക്ക് വേണോ അതിൽ പങ്കെടുക്കാവുന്നതാണ്. നമ്മൾ കുറച്ച് മുന്നേ കണ്ട ആ ഒരു സ്റ്റോൾ, അതായത് ഫുഡ്, ഡ്രസ്സ്, സാധനങ്ങളൊക്കെ ഉള്ള ആ ഒരു സ്റ്റോളിലെ കാര്യങ്ങൾക്ക് മാത്രമാണ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടത്. മറ്റേ ഈ ഒരു ഗെയിംസിന്റെ കാര്യത്തിലൊന്നും അങ്ങനെയില്ല. അങ്ങനെ ഒരു തുങ്ങി കളിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മൾ കാണുന്നത്. എത്ര നേരമാണോ അതിൻ്റെ ഓരോ ഗെയിംസിന്റെ സ്ഥലത്തും അവരുടെ ആൾക്കാരുണ്ട്. അതൊക്കെ അവരിങ്ങനെ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ഗാർഡിയൻ പോലെ അയാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഈ ഒരു എയർപോർട്ട് ഫുൾ ലൈറ്റാണ്. ഇതാണ് പുറത്തുനിന്ന് നമ്മൾ അകത്തേക്ക് കടക്കുമ്പോഴുള്ള വ്യൂ. വിന്റർ ഫെസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു സ്ക്വയർ പോലത്തെ ഒരു ആർച്ച്. അതിനുശേഷം നമ്മുടെ ആ ഒരു കൂമ്പാരത്തിൻ്റെ അകത്തൂടെയൊക്കെ കയറി പോകാം. അവിടെയൊക്കെ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഒരുപാട് ആൾക്കാർ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും മുതിർന്നവരെക്കാൾ കൂടുതൽ കുട്ടികൾക്ക് പറ്റിയ ഒരു സ്ഥലം കൂടിയാണത്. കാരണം അവർക്ക് പറ്റിയ ഒരുപാട് ഗെയിംസുകളുണ്ട്, ഒരുമിച്ച് കളിക്കാൻ പറ്റിയ ഒരുപാട് ഗെയിംസുകൾ. ഇതുപോലെ നിരങ്ങി കളിക്കാനും ചാടാനും മറിയാനും ഒക്കെ ഉള്ള നല്ല ഒരു ഫ്രീഡം അവർക്കുണ്ട്. വീഡിയോയുടെ തുടക്കം ഞാൻ പറഞ്ഞിരുന്നു, വിന്റർ ഫെസ്റ്റ് കാണുന്നതിന് ഫീസും കാര്യങ്ങളൊന്നുമില്ല, എൻട്രി ടിക്കറ്റ് ഇല്ല എന്നുള്ളത്. പക്ഷേ മറ്റൊരു കാര്യം കൂടി അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. നമ്മൾ എയർപോർട്ടിന്റെ അകത്ത് കയറിയാൽ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അവിടെ ഒരു ഫീ കൊടുക്കേണ്ടതായിട്ട് വരും. 1 ഹവറിന് 100 രൂപ വെച്ചാണ് ആവുന്നത്. അത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം പുറത്ത് വെച്ച് നടന്നു കയറിയാൽ നമുക്ക് ഫുൾ ഫ്രീ ആയിട്ട് എല്ലാം കണ്ട് തിരിച്ചിറങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വിന്റർ ഫെസ്റ്റിന്റെ ഈ ഒരു എല്ലാം വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.